വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ CPM പൊന്നാനി മണ്ഡലം കമ്മിറ്റിയിൽ എതിർപ്പ്. ഒരാൾക്ക് തന്നെ എല്ലാ പദവികളും എന്തുകൊണ്ട് നൽകുന്നുവെന്നാണ് യോഗത്തിൽ ഉയർന്ന വിമർശനം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM സിദ്ദിഖിനെയോ പൊന്നാനി ഏരിയ സെക്രട്ടറി ഖലീമുദ്ദീനെയോ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. KT ജലീലിനെ തവനൂരിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിലും പ്രാദേശികമായി എതിർപ്പുയരുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് പൊന്നാനി. സീറ്റ് നിലനിർത്താമെന്ന പ്രതീക്ഷ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത്തവണ അവിടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വീണ്ടും പ്രതിഷേധം ഉയരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ MK സക്കീറിനെ, നിലവിൽ വഖഫ് ബോർഡ് ചെയർമാനായിട്ടുള്ള മുൻ PSC ചെയർമാൻ കൂടിയായ MK സക്കീറിനെയാണ് അവിടെ പാർട്ടി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനെതിരെ മണ്ഡലം കമ്മിറ്റിയിൽ വലിയ പ്രതിഷേധം ഉയർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 9 LC-കളിൽ 8 LC-കളിലെയും ലോക്കൽ കമ്മിറ്റികളിലെയും പ്രതിനിധികൾ ഈ ഒരു തീരുമാനത്തിനെതിരെ അവരുടെ നിലപാട് വ്യക്തമാക്കി. എന്തുകൊണ്ടാണ് ഒരാളെ മാത്രം പരിഗണിക്കുന്നത്? MK സക്കീറിന് താഴെത്തട്ടിൽ ബന്ധങ്ങളില്ല, പൊന്നാനിയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ധാരണയില്ല, ഒരാൾക്ക് തന്നെ എല്ലാ പദവികളും കൊടുക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ മണ്ഡലത്തെക്കുറിച്ച് അറിയുന്ന, മണ്ഡലത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന TM സിദ്ദിഖിനെയോ അതല്ലെങ്കിൽ ഖലീമുദ്ദീനെയോ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ഒരാവശ്യമാണ് മണ്ഡലം കമ്മിറ്റിയിൽ പ്രധാനമായിട്ടും ഉയർന്നത്. വലിയ വിമർശനമാണ് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഇത് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമല്ല MK സക്കീർ സ്ഥാനാർത്ഥിയായത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംസ്ഥാന നേതൃത്വമാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് മണ്ഡലം കമ്മിറ്റിയിൽ നിന്നുള്ള ചർച്ചകൾ സജീവമായി ഇദ്ദേഹത്തിനെതിരെ ഉയർന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിലവിൽ കോൺഗ്രസിൻ്റെ KP നൌഷാദ് അലിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ള തരത്തിലാണ് വിലയിരുത്തലുള്ളത്. അദ്ദേഹം ഒരു 1.5 വർഷമായിട്ട് മണ്ഡലത്തിൽ പൊന്നാനിയിൽ സജീവ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തീരദേശ മേഖലകളൊക്കെ സജീവമായിട്ട് അദ്ദേഹം പല പ്രശ്നങ്ങളിലും ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് MK സക്കീറിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യില്ല എന്ന് മണ്ഡലം കമ്മിറ്റി ഉയർത്തുന്നു. മാത്രമല്ല, പൊന്നാനിയിൽ പരിചയമുള്ള, പൊന്നാനിയെ അറിയുന്ന 2 നേതാക്കളാണ് ഖലീമുദ്ദീനും TM സിദ്ദിഖും. അവർക്കാണ് ഈ ഒരു ഘട്ടത്തിൽ നൌഷാദ് അലി നേരിടുവാൻ, അല്ലെങ്കിൽ നൌഷാദ് അലി ഭീഷണി ഉണ്ടാകാത്തൊരു സാഹചര്യം തീർക്കുവാൻ കഴിയുക എന്ന ഒരു വിലയിരുത്തലാണ് മണ്ഡലം കമ്മിറ്റിക്കുള്ളത്. പക്ഷേ നേതൃത്വത്തെ സംബന്ധിച്ച് ഇത്തരം പ്രതിഷേധങ്ങൾ പൊന്നാനിയിൽ ആദ്യമായിട്ടല്ല ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ നന്ദകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ പരസ്യമായി പ്രതിഷേധം ഉയർന്നൊരു സാഹചര്യമുണ്ട്. അന്ന് TM സിദ്ദിഖിന് വേണ്ടിയാണ് പൊന്നാനിയിലെ സഖാക്കൾ, രാഷ്ട്രീയ പ്രവർത്തകർ രംഗത്തിറങ്ങിയത്, പരസ്യമായി തെരുവിലിറങ്ങിയത്. അങ്ങനെ ഒരു ചരിത്രം കൂടി പൊന്നാനിക്കുണ്ട്. പക്ഷേ തീരുമാനം വന്നു കഴിഞ്ഞാൽ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം അണികൾ അനുസരിക്കുന്ന ഒരു കണക്കുകൂട്ടലാണ് നേതൃത്വത്തിനെ സംബന്ധിച്ചുള്ളത്. സമാനമായൊരു സാഹചര്യം തവനൂരിലുമുണ്ട്. പക്ഷേ അത് മണ്ഡലം കമ്മിറ്റിയിലല്ല ജലീലിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ വിമർശനം ഉയർന്നത്. പകരം ഇടതുപക്ഷത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ജലീലിനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത്. ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ ഒരാളെ എന്തിന് മത്സരിപ്പിക്കണം? പാർട്ടിയുടെ ആരെങ്കിലും മത്സരിക്കേണ്ട സാഹചര്യമാണുള്ളത്. മണ്ഡലത്തിൽ ജലീൽ കഴിഞ്ഞ അവസാന 2 വർഷം സജീവമായിരുന്നില്ല തുടങ്ങി വലിയ വിമർശനം ജലീലിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ തവനൂരിലും ഉയർന്നിട്ടുണ്ട്. അതും വലിയ തോതിൽ തന്നെ അവിടെ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് പൊന്നാനിക്ക് പുറമെ തവനൂർ എന്നുള്ളതും. അവിടെയും സ്ഥാനാർത്ഥി നിർണ്ണയം തലവേദനയാകുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. എന്താണെങ്കിലും പൊന്നാനിയിലെയും തവനൂരിലെയും പാർട്ടിക്കുള്ളിലെ സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടുള്ള ഈ ഒരു കലഹം, അത് നേതൃത്വം ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.